ഗവർണർക്ക് വീണ്ടും തിരിച്ചടി. കേരള MG മലയാളം സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം കൂടി ഹൈക്കോടതി തടഞ്ഞു. ഇതോടെ 4 സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിന് സ്റ്റേ ആയി. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് നേരിട്ട തിരിച്ചടി, അതിന് പിന്നാലെ വീണ്ടും തിരിച്ചടി. വിവരങ്ങൾ എന്താണ് വിഷ്ണു? രാജ്യത്ത് സർവകലാശാല പ്രതിനിധികൾ ഇല്ലാതെ UGCയുടെയും ചാൻസലറുടെയും പ്രതികളെ മാത്രം ഉൾപ്പെടുത്തി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതിനെതിരെയാണ് സർക്കാർ കോടതിയെ സമീപിച്ചത്. ഗവർണറുടെ ഈ നടപടി, കുഫോസുമായി ബന്ധപ്പെട്ടുള്ള നടപടി കഴിഞ്ഞ ദിവസം കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ MG യൂണിവേഴ്സിറ്റി, കേരള സർവകലാശാല, അതോടൊപ്പം മലയാള സർവകലാശാലയിലെയും സമാനമായ സെർച്ച് കമ്മിറ്റിക്ക് തടയിട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. 1 മാസത്തേക്കാണ് വിലക്ക്. ഇനി 2 യൂണിവേഴ്സിറ്റികളിൽ കൂടി സമാനമായ രീതിയിൽ സർക്കാർ ഈ ഗവർണർ നടപടി ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുകൂടി വരാനുണ്ട്. എന്തായാലും കഴിഞ്ഞ 4 വിധികളും ഗവർണറെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. ഒരുപക്ഷെ ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുമ്പോൾ കൂടുതൽ പരാമർശങ്ങൾ ഗവർണർക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. കഴിഞ്ഞ തവണ ഈ വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അത് ഇനി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്ന ഘട്ടത്തിൽ കൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത്. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി തിരികെ എത്താം. ബ്രേക്ക്.